ഓക്കെ അല്ലടാ, സെറ്റ് അല്ലടാ, ഡൗട്ട് ഒന്നുമില്ലല്ലോ. അപ്പൊ നമ്മള് നോട്ടീസ് ചെയ്യുന്ന സമയം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക, ഹെറ്ററോസൈക്ലിക് കോമ്പൗണ്ട് ഇല്ലേ അല്ലെ, ന്യൂക്ലിക് ആസിഡ്സിലെ ഹെറ്ററോസൈക്ലിക് കോമ്പൗണ്ട് നമ്മൾ നൈട്രോജനസ് ബേസസ് ആണ്, നൈട്രോജൻ ബേസസ് ആണ്. അതിൽ വരുന്ന അഡിനിനായാലും ഗ്വാനിനായാലും യുറാസിലായാലും സൈറ്റോസിനായാലും തൈമിനായാലും, ഇതില് അഡിനിനെയും ഗ്വാനിനെയും നമ്മൾ പറയുന്ന പേരാണ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് പ്യൂരിൻ. എന്താ പറയുക? സബ്സ്റ്റിറ്റ്യൂട്ടഡ് പ്യൂരിൻ. അതുപോലെ തന്നെ ബാക്കിയുള്ള സൈറ്റോസിനായിക്കോട്ടെ, യുറാസിലായിക്കോട്ടെ, തൈമിൻ ആയിക്കോട്ടെ, അവയെ നമ്മൾ ഇപ്പൊ പോളിസാക്കറൈഡിന്റെ കൂടെയും പോളിപെപ്റ്റൈഡിന്റെ കൂടെയും ഈ പോളി ന്യൂക്ലിയോടൈഡും എവിടെയാണ് കാണുന്നത്? ഏതൊരു ലിവിങ് ടിഷ്യൂ ലിവിങ് സെൽ എടുത്തോ അതിന് മാക്രോ മോളിക്കുലർ ഫ്രാക്ഷനിലാണ് നമുക്ക് ഈ ഒരു പോളി ന്യൂക്ലിയോടൈഡ്സും കാണുന്നത്, അല്ലെങ്കിൽ ന്യൂക്ലിക് ആസിഡും കാണുന്നത്. ഓക്കെ, അപ്പൊ ന്യൂക്ലിക് ആസിഡ് പറയാമെന്നുണ്ടെങ്കിൽ ഇവരുടെ ബിൽഡിംഗ് ബ്ലോക്കുകളായിട്ട് ഇവർ ഉണ്ടാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ന്യൂക്ലിക് ആസിഡ് ഒരുപാട് ന്യൂക്ലിയോടൈഡുകൾ പ്രത്യേകമായിട്ടുള്ള ബോണ്ട് വഴി ലിങ്ക് ചെയ്തിട്ടാണ്. സോ ഒരു ന്യൂക്ലിക് ആസിഡ് ബിൽഡിംഗ് ബ്ലോക്ക് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ന്യൂക്ലിയോടൈഡ് ആണ്. ഒരു ന്യൂക്ലിയോടൈഡ് നോക്കിക്കഴിഞ്ഞാൽ 3 കെമിക്കലി വ്യത്യാസമായിട്ടുള്ള കോമ്പോണൻസ് ആണ് കാണാൻ സാധിക്കുക. 3 കെമിക്കലി ഡിഫറെന്റ് ആയിട്ടുള്ള കമ്പോണൻസ് കാണാൻ സാധിക്കും. യെസ്, മനസ്സിലായോ? 3 ഡിഫറെന്റ് ആയിട്ടുള്ള കമ്പോണൻസ് ആണ് കാണാൻ സാധിക്കും. അതായത് ഒരു ന്യൂക്ലിയോടൈഡിലേക്ക് 3 വ്യത്യസ്തമായിട്ടുള്ള സാധനങ്ങൾ കൊണ്ടാണ്. അതിലൊന്ന് ഹെറ്ററോസൈക്ലിക് ആയിട്ടുള്ള കോമ്പൗണ്ട് അല്ലെ, നമ്മൾ പറഞ്ഞ പോലെ നൈട്രോജൻ ബേസ് ഉള്ളത്. രണ്ടാമത് പറയുകയാണെങ്കിൽ ഒരു മോണോസാക്കറൈഡ്, അത് റൈബോസ് ആവാം, ഡിയോക്സി റൈബോസ് ആവാം. മൂന്നാമതായിട്ട് പറയുകയാണെങ്കിൽ ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് അല്ലെങ്കിൽ ഫോസ്ഫോറിക് ആസിഡ് ആണ് വരുന്നത്. അപ്പൊ ആദ്യമായിട്ട് വരുന്നത് ഒരു ഹെറ്ററോസൈക്ലിക് കോമ്പൗണ്ട് ആണ്, രണ്ടാമതായിട്ടുള്ള ഒരു മോണോസാക്കറൈഡ് ആണ്, മൂന്നാമത് ഒരു ഫോസ്ഫോറിക് ആസിഡ് അല്ലെങ്കിൽ ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ആണ് വരുന്നത്. ഓക്കെ അല്ലടാ, സെറ്റ് അല്ലടാ, ഡൗട്ട് ഒന്നുമില്ലല്ലോ. യെസ്, അപ്പൊ നമ്മള് നോട്ടീസ് ചെയ്യുന്ന സമയം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക, ഹെറ്ററോസൈക്ലിക് കോമ്പൗണ്ട് ഇല്ലേ അല്ലെ, ന്യൂക്ലിക് ആസിഡ്സിലെ ഹെറ്ററോസൈക്ലിക് കോമ്പൗണ്ട് നമ്മൾ നൈട്രോജനസ് ബേസസ് ആണ്, നൈട്രോജൻ ബേസസ് ആണ്. അതിൽ വരുന്ന അഡിനിനായാലും ഗ്വാനിനായാലും യുറാസിലായാലും സൈറ്റോസിനായാലും തൈമിനായാലും, ഇതില് അഡിനിനെയും ഗ്വാനിനെയും നമ്മൾ പറയുന്ന പേരാണ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് പ്യൂരിൻ. എന്താ പറയാ? സബ്സ്റ്റിറ്റ്യൂട്ടഡ് പ്യൂരിൻ. അതുപോലെ തന്നെ ബാക്കിയുള്ള സൈറ്റോസിനായിക്കോട്ടെ, യുറാസിലായിക്കോട്ടെ, തൈമിൻ ആയിക്കോട്ടെ, അവയെ നമ്മൾ വിളിക്കുന്ന പേരാണ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് പിരമിഡൻസ് എന്നാണ് വിളിക്കുക. എന്താ വിളിക്കുക? സബ്സ്റ്റിറ്റ്യൂട്ടഡ് പിരമിഡൻസ്. ഒരു സ്കെലറ്റൽ ഹെറ്ററോസൈക്ലിക് റിങ്ങിനെ നമ്മൾ പ്യൂരിൻ എന്നും പിരമിഡിൻ എന്നുമാണ് വിളിക്കാറുള്ളത്. ഓക്കെ, അപ്പം ഈ പോളിന്യൂക്ലിയോടൈഡിൽ നമുക്ക് കാണുന്ന ഷുഗർ എന്നുള്ളതല്ലേ, അതൊന്നെങ്കിൽ ഒരു റൈബോസ് ആവും, ഒരു മോണോസാക്കറൈഡ് പെന്റോസ് ആണ്, 5 കാർബണിൽ മോണോസാക്കറൈഡ്, അല്ലെങ്കിൽ 2 ഡിയോക്സി റൈബോസ് ആണ്, രണ്ടാമത്തെ കാർബണിൽ നിന്ന് ഓപ്ഷൻ എടുത്ത് മാറ്റപ്പെട്ടിട്ടുള്ള എന്താണ് ഒരു മോണോസാക്കറൈഡ് പെന്റോസ് ആണ്. ന്യൂക്ലിക് ആസിഡ് നമുക്ക് ഡിയോക്സി റൈബോസ് ആണല്ലെങ്കിൽ ആ ന്യൂക്ലിക് ആസിഡിനെ നമ്മൾ ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് അഥവാ DNA എന്നാണ് വിളിക്കുക. നേരെ മറിച്ച് റൈബോസ് ആണുള്ളത് എന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ റൈബോ ന്യൂക്ലിക് ആസിഡ് അഥവാ RNA എന്നാണ് വിളിക്കുക. ഒന്നെങ്കിൽ ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് അല്ലെങ്കിൽ റൈബോ ന്യൂക്ലിക് ആസിഡ്, ഒന്നെങ്കിൽ RNA അല്ലെങ്കിൽ DNA ആയിട്ട്. കിട്ടിയതാ? നമുക്കൊന്ന് റിവിഷൻ ചെയ്താലോ? എന്താണ് ഗൈസ് റിവിഷൻ ടൈം? യെസ്, ആസിഡ് ഇൻസോൾബിൾ ഫ്രാക്ഷനിൽ നമുക്ക് കാണാൻ പറ്റുന്ന മറ്റൊരു മാക്രോമോളിക്യൂളാണ് ന്യൂക്ലിക് ആസിഡ്. ഇത് പോളി എന്താണ്? ന്യൂക്ലിയോടൈഡ് ആണ്. പോളിസാക്കറൈഡിന്റെയും പോളിപെപ്റ്റൈഡിന്റെയും കൂടെ ഇതും എന്ന് പറയുന്നത് എന്താണ്? ഒരു ലിവിങ് ടിഷ്യൂ സെല്ലിന്റെ മാക്രോമോളിക്യുലർ ഫ്രാക്ഷൻ ആണ്. ഏതൊരു ന്യൂക്ലിക് ആസിഡ് എടുത്തു കഴിഞ്ഞാലും അതിന്റെ ബിൽഡിംഗ് ബ്ലോക്ക് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് ന്യൂക്ലിയോടൈഡ് ആണ്. ഒരു ന്യൂക്ലിയോടൈഡിന് 3 കെമിക്കലി ഡിസ്റ്റിന്റ് ആയ കമ്പോണൻസ് ഉണ്ട്. അതിൽ ഒന്നാമത്തെയാണ് ഹെറ്ററോസൈക്ലിക് കോമ്പൗണ്ട്, രണ്ടാമത്തെയാണ് മോണോസാക്കറൈഡും, മൂന്നാമത്തെയാണ് ഫോസ്ഫോറിക് ആസിഡ് അല്ലെങ്കിൽ ഫോസ്ഫേറ്റ് എന്ന് പറയുന്നത് അല്ലെ. യെസ്, ഒരു ഹെറ്ററോസൈക്ലിക് കോമ്പൗണ്ടിൽ എന്താ ഒരു ന്യൂക്ലിക് ആസിഡ് ഒരു ഹെറ്ററോസൈക്ലിക് കോമ്പൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അത് നൈട്രോജൻ ബേസുകളാണ്. അതിൽ വരുന്ന അഡിനിൻ, ഗ്വാനിൻ, യുറാസിൽ, സൈറ്റോസിൻ, തൈമിൻ. കിട്ടിയോ? അതിൽ അഡിനിനെയും ഗ്വാനിനെയും നമ്മൾ വിളിക്കുന്ന പേരെന്താടാ? വെരി ഗുഡ്, സബ്സ്റ്റിറ്റ്യൂട്ടഡ് പ്യൂരിൻസ്. അപ്പൊ ഗ്വാനിൻ സൈറ്റോസിൻ, യുറാസിൽ, തൈമിൻ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? സബ്സ്റ്റിറ്റ്യൂട്ടഡ് പിരമിഡൻസ്. ഇനി ഇതിലെ ഷുഗർ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു മോണോസാക്കറൈഡ് പെന്റോസ്, ഒന്നെങ്കിൽ റൈബോ ഷുഗർ ആണ് അല്ലെ, അല്ലെങ്കിൽ ഡിഓക്സി റൈബോസ് ആയിരിക്കും. നമ്മുടെ ന്യൂക്ലിക് ആസിഡ്സിൽ ഡിയോക്സി റൈബോസ് ആണെന്നുണ്ടെങ്കിൽ ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് ആവാം, അല്ലെങ്കിൽ റൈബോസ് മാത്രമാണെന്നുണ്ടെങ്കിൽ ഇറ്റ് കുഡ് ബി റൈബോ ന്യൂക്ലിക് ആസിഡ് ആവാം. കിട്ടിയോ? യെസ്.